നമ്മൾ പറഞ്ഞു വന്നത് ഒരു കോണിന്റെ ഷേപ്പിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിനകത്ത് നിറയെ വെള്ളമായിരുന്നു. ആ നിറയെ വെള്ളം ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ സ്പെറിക്കൽ ഷേപ്പിലുള്ള ചെറിയ ചെറിയ ലെഡ് ഷോട്ട്സ് എന്ന് പറയുമ്പോൾ ചെറിയ മുത്തുകൾ പോലെ ഇരിക്കുന്ന മുത്തുകളെല്ലാം വട്ടത്തിലല്ലേ ഇരിക്കുന്നത്. അത് ലെഡിന്റെ ചെറിയ ചെറിയ മുത്തുകൾ അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ നമുക്കറിയാം എത്രയോ മുത്തുകളാണ് ഇട്ടത്. എത്രയോ മുത്തുകൾ ഇട്ടപ്പോൾ ഇപ്പോൾ ഉള്ള വോളിയത്തിന്റെ 1/4 വോളിയം പുറത്തുപോയി. ഇപ്പം 100 ലിറ്റർ ആണ് അതിനകത്ത് വെള്ളം ഉള്ളെങ്കിൽ അതിനകത്തു നിന്ന് 1/4 എന്ന് പറയുമ്പോൾ 100ന്റെ 1/4 എന്ന് പറയുമ്പോൾ 25 ലിറ്റർ പുറത്തു പോയി. അപ്പം ഈ പുറത്തു പോയ വോളിയം എന്തുകൊണ്ടാണ് ഈ വോളിയം പുറത്തു പോയത്? ലെഡ് ഷോട്ട്സ് ഇട്ടുകൊണ്ടല്ലേ. അപ്പോൾ ഓരോ ലെഡ് ഷോട്ട്സിനും വോളിയം ഉണ്ടാവില്ലേ അല്ലേ? ഒരു ലെഡ് ഷോട്ട്സ് സ്ഫെരിക്കൽ ആയതുകൊണ്ട് അതിന്റെ വോളിയം 2/3 πr³ ആണ്. അപ്പം ഒരു ലെഡ് ഷോട്ട് ഇട്ടപ്പോഴല്ല 25 ലിറ്റർ പുറത്തു പോയത്, എത്രയോ ലെഡ് ഷോട്ട്സ് ഇട്ടപ്പോഴാണ്. അപ്പം n ഇൻറ്റു അതിന്റെ നമ്പർ ഓഫ് n ഇൻറ്റു വോളിയം ഓഫ് ലെഡ് ഷോട്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 25 ലിറ്റർ വരേണ്ടത്. ശരിയല്ലേ? അതായത് 100 ലിറ്റർ ഉണ്ടായിരുന്നു, എത്രയോ ലെഡ് ഷോട്ട്സ് ഇട്ടപ്പോൾ 25 ലിറ്റർ പുറത്തു പോയി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേട്ടോ. 25 ലിറ്റർ പുറത്തു പോയി, 25 1/4 പുറത്തു പോയി. അപ്പോൾ പുറത്തു പോയ ലിറ്റർ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇട്ട ലെഡ് ഷോട്ട്സിന്റെ വോളിയം അല്ലേ, ഒരു ലെഡ് ഷോട്ട്സ് അല്ല ഇട്ടത്. അപ്പോൾ എത്രയോ ലെഡ് ഷോട്ട്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം n ഇൻറ്റു ഒരു ലെഡ് ഷോട്ട്സിന്റെ വോളിയം, അതായത് അത്രയും ലെഡ് ഷോട്ട്സിന്റെ വോളിയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആകുന്നത്? ഈ പുറത്തു പോയ വെള്ളത്തിന്റെ വോളിയമായിട്ട് ഈക്വൽ ആകുന്നത്. പുറത്തു പോയ വെള്ളം 25 ലിറ്റർ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഷോട്ട്സിന്റെ വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ഷോട്ട്സ്, n ഇൻറ്റു വോളിയം ഓഫ് എന്താണ് ഷോട്ട്സ് എന്ന് പറഞ്ഞായിരിക്കും പുറത്തു പോയ വെള്ളത്തിന്റെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് എത്ര വെള്ളമുണ്ട് എന്നുള്ളതാണ്. വോളിയം ഓഫ് വാട്ടർ ഇൻ കോണിക്കൽ എന്ന് പറയുമ്പോൾ 1/3 πr² ആണ്. റേഡിയസ് ഇവിടെ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5. ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും? ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 8 അല്ലേ? ഹൈറ്റ് 8 ആണ് വന്നിരിക്കുന്നത്. ഹൈറ്റ് 8. ഓക്കെ, ഇനിയിപ്പം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടേ. എന്തായാലും വോളിയം ഓഫ് എന്താണ് 25% വോളിയം ഓഫ് ടോട്ടൽ വാട്ടർ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തായാലും ഒരു പൈ ഉണ്ട്. അതേപോലെ സ്പിയറിന്റെ വോളിയത്തിനകത്ത് പൈ ഉണ്ട്. അപ്പോൾ ഇവിടെ പൈയുടെ വാല്യൂ എന്തിട്ട് കൊടുക്കണ്ട? പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണ്ട. കാരണം നമ്മൾ ഈക്വൽ ടു ഇട്ട് എഴുതുമ്പോൾ രണ്ട് സൈഡിലെ പൈയും ക്യാൻസൽ ആയിപ്പോകും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 200. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 3 പൈ എന്നിട്ടാൽ മതി. അത്രയും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. സെന്റിമീറ്റർ അല്ല, സെന്റിമീറ്റർ ആണോ വന്നിരിക്കുന്നത്? ഓക്കെ, അത്രയും സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തുള്ള ടോട്ടൽ വെള്ളത്തിന്റെ ഇത്. ഇതിന്റെ 25% എന്ന് പറയുമ്പോഴത്തേക്ക് 25% പുറത്തു പോയത്. അപ്പോൾ 25% ഓഫ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയോ? 25/100 ഇൻറ്റു, അല്ലെങ്കിൽ 25% എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 1/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/4 ആയിട്ട് തന്നെ എഴുതുക. 1/4 ഓഫ് ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണെന്നറിയോ? 1/4 ഇൻറ്റു ഇപ്പോഴത്തെ ടോട്ടൽ വോളിയം 1/4 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 3 ഇൻറ്റു പൈ. 200 4 കൂടെ നമുക്ക് 50 വെച്ചിട്ട് വെട്ടാം. അപ്പം ഇത് 50/3 പൈ സെന്റിമീറ്റർ ക്യൂബ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെള്ളമാണ് പുറത്തു പോയത്. ഇത്രയും വോളിയം എന്തിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും? അതിനകത്തിട്ട എല്ലാ സ്പിയറിന്റെയും കൂടെ ടോട്ടൽ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ, n ഇൻറ്റു വോളിയം ഓഫ് വൺ സ്പിയർ. അതായത് ഒരു സ്പിയറിന്റെ വോളിയം ഇൻറ്റു അത്രയും n സ്പിയറിന്റെ വോളിയം ഈക്വൽ ടു എത്രയാ? ഇപ്പൊ പുറത്തു പോയ വെള്ളം, അതായത് 5/3 പൈ അല്ലേ? അതായത് ഒരു വോളിയം ഇട്ടപ്പോഴല്ല ഇത്രയും ഒരു ലെഡ് ഷോട്ട്സ് ഇട്ടപ്പോഴല്ല ഇത്രയും പുറത്തു പോയത്. എത്രയോ ലെഡ് ഷോട്ട്സ് ആയിട്ട്. പക്ഷെ സ്പിയർ ആയതുകൊണ്ട് എല്ലാ സ്പിയറും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്പിയർ അതായത് ലെഡ് ഷോട്ട്സ് ആയതുകൊണ്ട് എല്ലാം ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ഷേപ്പ്. അപ്പോൾ എല്ലാം സ്പിയറും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ n ഇൻറ്റു വോളിയം ഓഫ് വൺ സ്പിയർ ഇൻറ്റു ഏരിയ. അപ്പോൾ നമുക്കറിയാം n ഇൻറ്റു വോളിയം ഓഫ് വൺ, ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ 2/3 പൈ r³ ആണ്. ഈക്വൽ ടു 50/3 പൈ എന്ന് വരും. കണ്ടോ, ഇവിടെ ഈ പൈയും പൈയും ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി n ഇൻറ്റു ഇവിടെ ഇതിന്റെ റേഡിയസ്, അതായത് ഇനി വേണമെങ്കിൽ 3യും 3യും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം ഇവിടെ 2 ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ ഈ ലെഡ് ഷോട്ട്സിന്റെ റേഡിയസ് 0.5 എന്നാണ് ഇരിക്കുന്നത് അല്ലയോ? അപ്പോൾ ഇവിടെ 0.5 ക്യൂബ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ഇവിടെ 15 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് n ഈക്വൽ ടു 50 ഡിവൈഡ്, അല്ലെങ്കിൽ സോറി അത് പോയിന്റ് കൂടെ ഒന്ന് മാറ്റിയേക്കട്ടെ. n ഇൻറ്റു 2 ഇൻറ്റു ഇത് നമുക്ക് 0.5 ക്യൂബ് ആണ്. അപ്പം നമുക്ക് 5/10 ഇൻറ്റു 5/10 ഇൻറ്റു 5/10 എന്നാക്കാം. ഈക്വൽ ടു എത്രയാ? ഈക്വൽ ടു
24 അല്ലേ, 50 ആക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് ഇതിനെ നമുക്ക് 1/2 ആക്കാം, ഇവിടെയും 1/2 ആക്കാം, ഇവിടെയും 1/2 ആക്കാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 2 ഒരു 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ n ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് വരുന്നു, n ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 50 എന്ന് വരുന്നു. 100 വരുമല്ലോ, ഒരു സെക്കൻഡ് ഇവിടെ ഒരു തെറ്റുണ്ട്. 2/3 തയ്യാറ്. ഓ സോറി, വോളിയൂം ഓഫ് എന്താണ് സ്പിയർ 2/3 അല്ലല്ലോ, 4/3 അല്ലേ, 4/3 പൈ ആർ ക്യൂബ് അല്ലേ. ഞാൻ ആ ഹെമിസ്ഫിയറിന്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ 4 ഇടാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 ആവും. ഈ 4ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2, വീണ്ടും ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകും. അപ്പം ഇവിടെ എന്താ, ഇവിടെ ഇതില്ല. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, n/2 ഈസ് ഈക്വൽ ടു 50 എന്നും അവിടുന്ന് n ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 2 എന്നും n ഈസ് ഈക്വൽ ടു 100. അതായത് 100 ഷോർട്ട് സെറ്റപ്പിലാണ് ഈ എന്താണ് 50/3 പൈ സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വോളിയം പുറത്തു പോയത് എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ പൈ രണ്ടിനകത്തും വരുന്നുണ്ടെങ്കിൽ അത് പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാതെ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇട്ട ലെഡ് ഷോർട്സിന്റെ ഷേപ്പ് ക്യൂബിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് പൈ ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം ക്യൂബിന്റെ വോളിയത്തിനകത്ത് പൈ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ മണ്ടയ്ക്കത്തെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുന്ന സമയത്ത് പൈ ഇട്ട് തന്നെ, പൈയുടെ വാല്യൂ ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിനകത്ത് 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്, എഴുതിക്കോളൂ. അതിനകത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ, എ സോളിഡ് iron core consist of a cylinder of height 220 cm and base diameter 24 cm, which is surmounted by another cylinder of height 60 cm and radius 8 cm. Find the mass of all. Given that 1 centimeter cube of iron has approximately 8 gram mass. ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു സോളിഡ് അയൺ ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊടിമരം എന്ന് വിചാരിച്ചോ. ഓക്കെ, അത് സിലിണ്ടറിക്കലാണ്, അതിന്റെ ഹൈറ്റ് 220 ആണ്, അതിന്റെ ബേസ് ഡയമീറ്റർ 24 ആണ്. വിച്ച് ഈസ് സർമൗണ്ടഡ് ബൈ അനദർ സിലിണ്ടർ. അപ്പം ആ ഒരു കൊടിമരത്തിന്റെ മണ്ടയ്ക്ക് വേറൊരു സിലിണ്ടർ വെച്ചിരിക്കുകയാണ്. അതിന്റെ ഹൈറ്റ് 60ഉം റേഡിയസ് 8 സെന്റിമീറ്റർ. അപ്പം മറ്റേതിനേക്കാളും വണ്ണം കുറവുള്ള ഒരു ബോളാണ് അതിന്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുന്നത്, കൊടിമരമാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതിന് ഇങ്ങനെ വരും. ഒരു സിലിണ്ടർ, ഓക്കെ, ഈ സിലിണ്ടറിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 24 ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 220 ആണ്. ഇതിന്റെ മണ്ടയ്ക്ക് വേറൊരു ഇത് വെച്ചിരിക്കുകയാണ്, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അതേപോലെ തന്നെ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഡയമീറ്റർ 24 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് 12 ആയിരിക്കും. ഇതിന്റെ ഡയമീറ്റർ 8 ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 സെന്റിമീറ്റർ ക്യൂബിനകത്ത് 8 ഗ്രാം ഉണ്ടെങ്കിൽ മൊത്തം ഇതിന്റെ മാസ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ വോളിയമാണ്. അപ്പം ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ 1 സെന്റിമീറ്റർ ക്യൂബിനകത്ത് 8 ഗ്രാം ഉണ്ടെങ്കിൽ നമുക്കിപ്പം 500 സെന്റിമീറ്റർ ക്യൂബാണ് കിട്ടിയെങ്കിൽ 500 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 8 ഗ്രാം ചെയ്താൽ മതി. അപ്പം മൊത്തം 500 വോളിയത്തിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്ന് കിട്ടും. നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായോ. ഇതിന്റെ വോളിയം, ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, വോളിയം ഓഫ് ബിഗർ സിലിണ്ടർ അല്ലേ, ബിഗർ സിലിണ്ടർ പ്ലസ് എന്ത് ചെയ്താൽ മതി, വോളിയം ഓഫ് സ്മോളർ സിലിണ്ടർ ചെയ്താൽ മതി. സ്മോളർ സിലിണ്ടർ നമുക്കറിയാം, ബിഗർ സിലിണ്ടറിന്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ, സ്മോളർ സിലിണ്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി πr² h ആണ്. πr² h പ്ലസ് ഇവിടെ എന്താ πr² h.
അപ്പോൾ ഒത്തോണം ഇവിടെ രണ്ടും എച്ച് ഡിഫറൻ്റ് ആണ്, റേഡിയസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആകെ കോമൺ എടുക്കാൻ പറ്റുന്ന പൈ ആണ്. പൈ ഇൻറ്റു ഇവിടുത്തെ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബിഗിൻ്റെ ആർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 220 പ്ലസ് എന്താണ് ഇതിൻ്റെ ചെറുതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ആണ്. 4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 60 ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടെ, അല്ല കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പൈ ഇൻറ്റു 144 ഇൻറ്റു 220 പ്ലസ് 16 ഇൻറ്റു 60 വരും. ശരിയല്ലേ? അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പൈ ഇൻറ്റു ബ്രാക്കറ്റ് വരുന്ന സമയത്ത് ഇതിനകത്ത് 144 222 8 8 2 8 8 2 8 16 11 3. നമുക്കിവിടെ 3 1 6 8 ഒരു പൂജ്യം കൂടെ പ്ലസ് 16 ഇൻറ്റു 60 എന്ന് പറയുമ്പോഴത്തേക്കും 6 6 36 3 6 3 9 960 വരും. ഓക്കെ, ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇൻറ്റു പൈ ആണ്. പൈയുടെ 22/7 ആണ്, അല്ലെ 3.14 ഇട്ടാലും കുഴപ്പമില്ല. 3.14 ഇടാകുമ്പോൾ ഇൻറ്റു ചെയ്യാൻ എളുപ്പമായിരിക്കും. നോക്കാം, നമുക്ക് 3.14 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 8 6 14 ഇഷ്ടം 1 9 6 15 1 16 ഇഷ്ടം 1 2 2 1 3. അപ്പോൾ നമുക്ക് ഇതായിരിക്കും കിട്ടുന്നുണ്ടാകുക 32. ഓക്കെ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ, ഞാൻ കാൽക്കുലേറ്റർ ചെയ്യുകയാണ്, ഫൈനൽ ആൻസർ വരുന്ന സമയത്ത് നമുക്ക് 11163.4.5 എന്നാണ് കിട്ടുന്നത്. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇതാണ് ടോട്ടൽ വോളിയം. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു സെൻറ്റിമീറ്റർ ക്യൂബിനകത്ത് 8 ഗ്രാം ഉണ്ടെങ്കിൽ 111,634.5 സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്ര ഗ്രാം ഉണ്ടാവും? 8 × 111,634.5 ഗ്രാം കാണും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ശരിക്കും കിട്ടുന്നത് എന്താണ്, ഗ്രാമിലാണ് കിട്ടുന്നത്. അതിനെ കിലോഗ്രാം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 × 111,634.5 ചെയ്യുമ്പോൾ നമുക്ക് 8,93,076 കിട്ടുന്നു. എന്നിട്ട് നമുക്കറിയാം ഇപ്പം ഇത്രയും ഗ്രാമാണ്. ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 1000 ചെയ്യുക. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 893 കിലോഗ്രാം കിട്ടും. അപ്രോക്സിമേറ്റ് ആണ്. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അതിനകത്ത് ചെയ്യാനുണ്ട്. നോക്കിക്കോളൂ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അതിനകത്ത് ചെയ്യാനുണ്ട്. A solid consisting of a right circular cone of height 120 centimeter and radius 60 centimeter standing on a hemisphere of radius 60 centimeter is placed upright in a right circular cylinder full of water such that it touches the bottom. Find the volume of water left in the cylinder if the radius of cylinder
180 സെന്റിമീറ്റർ. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് ഒരു സോളിഡ് ആണ്. ആ സോളിഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് 120 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് 60 സെന്റിമീറ്റർ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. അതായത് ഇവർ തന്നെ ഇങ്ങനെ ഒരു റൈറ്റ് സർക്കുലർ കോൺ, ഈ റൈറ്റ് സർക്കുലർ കോണിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്റ് സർക്കുലർ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ 120 ആണ്. 120 ആണ്. അത് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 60 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിൽക്കുന്നത് ഒരു ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ ഹെമിസ്ഫിയറിന്റെ റേഡിയസും സെയിം തന്നെയാണെന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് ഓൺ എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 60 സെന്റിമീറ്റർ പ്ലേസ്ഡ് അപ്രൈറ്റ്. ഇനി ഇത് നേരെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്താണ് അറിയോ, ഒരു സിലിണ്ടറിനകത്ത് ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. സിലിണ്ടറിനകത്ത് ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. സിലിണ്ടറിനകത്ത് ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇതിന്റെ ടോപ്പ് സിലിണ്ടറിന്റെ ടോപ്പിലും ഇതിന്റെ ബോട്ടം സിലിണ്ടറിന്റെ ബോട്ടത്തിലും ഇരിക്കുക എന്നുള്ള കാര്യം ഓർക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പം ഇത് സിലിണ്ടർ വട്ടത്തിലാണ്, ബേസ് വട്ടത്തിലായിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം, കാരണം തിരിച്ചടിച്ച്. ഓക്കെ, അപ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ ഇഫ് ദ റേഡിയസ് ഓഫ് സിലിണ്ടർ. റേഡിയസ് ഓഫ് സിലിണ്ടറും ഈ സിലിണ്ടറിന്റെ റേഡിയസും 60 തന്നെയാണ്. ഈ റേഡിയസിന്റെ ഹൈറ്റ് അല്ല, ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് 180 ആണ്. അപ്പം ഓർത്തോണം, ഇത് റേഡിയസ് ആണെങ്കിൽ ഇതും റേഡിയസ് തന്നെ ആയിരിക്കുമല്ലോ ഹെമിസ്ഫിയറിന്റെ. ഇത് 60 ആണ്. അങ്ങനെ 180 ഇതിലും അത് തന്നിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ശരിക്കും ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്ത് വെള്ളം കാണും? അതുകൊണ്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ അല്ലേ വെള്ളം കാണത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വാട്ടർ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഈ സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്ന് ഈ അകത്തുള്ള ഈ ഒരു സോളിഡിന്റെ വോളിയം മൈനസ് ചെയ്താൽ പോരെ. ഈ അകത്തുള്ള സോളിഡ് എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയറും ഉണ്ട്, കോണും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്ന് ഈ ഹെമിസ്ഫിയറിന്റെ വോളിയം പ്ലസ് എന്താണ് കോണിന്റെ വോളിയം മൈനസ് ചെയ്താൽ മതി. അതായത് ഇത് രണ്ടും കൂടെ, അതായത് കോണിന്റെ വോളിയവും ഹെമിസ്ഫിയറിന്റെ വോളിയം കൂടെ ആഡ് ചെയ്തിട്ട് അത് എന്തിന്റെ വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി? സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? അത്രയും വെള്ളം അതിനകത്ത് കാണത്തുള്ളൂ. ശരിയല്ലേ? അപ്പം വോളിയം ഓഫ് വാട്ടർ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് സിലിണ്ടർ മൈനസ് എന്താണ്, മൈനസ് വോളിയം ഓഫ് കോൺ പ്ലസ് എന്താ, വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് എന്താ, ഹെമിസ്ഫിയർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും പൈ ആർ സ്ക്വയർ എച്ച് ആണ്, മൈനസ് എന്താണ് വോളിയം ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്, പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും 2/3 പൈ ആർ സ്ക്വയർ 2/3 പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, ആഡ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. പൈ ആർ സ്ക്വയർ എച്ച് മൈനസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച് മൈനസ് 2/3 പൈ ആർ ക്യൂബാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലായിടത്തും പൈ കോമൺ ഉണ്ട്. പൈയുടെ എല്ലാത്തിൻ്റെയും പൈ കോമൺ ആണ്. ഇനി നോക്കിക്കോ, എല്ലാത്തിൻ്റെ റേഡിയസും സെയിം ആണല്ലോ. കാരണം എല്ലാ സിലിണ്ടറിന്റെ റേഡിയസും 60 ആണ്, ഹെമിസ്ഫിയറിന്റെയും കോണിന്റെ എല്ലാം 60 ആണ്. നമുക്കിവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ആർ ക്യൂബ് ഉണ്ട്. അപ്പോൾ ആർ സ്ക്വയർ പുറത്തിറക്കാം. ഓക്കെ, പിന്നെ ഹൈറ്റ് എല്ലാവരുടെയും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് പൈ ആർ സ്ക്വയർ പുറത്തിറക്കി, ബാക്കി ഇവിടെ ഹൈറ്റ് ഉണ്ട്. ഇത് സിലിണ്ടറിന്റെ ആണ്. മൈനസ് ഇവിടെ ഒരു 1/3 ഉണ്ട്. 1/3 പൈ ആർ സ്ക്വയർ പുറത്തെടുത്ത് ബാക്കി ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്. ഇത് കോണിന്റെ ആണ്. അതേപോലെ മൈനസ് ഇവിടെ 2/3 ഉണ്ട്. 2/3 പൈ പുറത്തെടുത്ത് ആർ സ്ക്വയർ പുറത്തെടുത്ത് ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ആർ ഉണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ 60യുടെ സ്ക്വയർ 60 × 60. ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ 180 ആണ്. മൈനസ് 1/3 ഇൻറ്റു ഹൈറ്റ് ഓഫ് കോൺ എന്ന് പറയുമ്പോൾ 120 ആണ്. മൈനസ് 2/3 ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 20 വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 40 വരുന്നു. അങ്ങനെയാണെങ്കിൽ പൈ ഇൻറ്റു 60 × 60 3600 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 180 മൈനസ് 40 180 മൈനസ് 40 എന്ന് പറയുമ്പോൾ 140 മൈനസ് 20 എന്ന് പറയുമ്പോൾ 120 വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 3600 ഇൻറ്റു എന്നുണ്ട്. അതായത് ഇങ്ങനെ ചെയ്താൽ 3.14 ഇൻറ്റു 3600 ഇൻറ്റു 120
ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ഇതിന്റെ ആൻസർ വരുന്നത് 3.14 into 3600 into 120. ശരിക്കും പറഞ്ഞാൽ 13,56,480. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് എന്തിലാണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബിലാണ്. നമുക്ക് ഇതിനെ മീറ്റർ ക്യൂബിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. സെന്റിമീറ്റർ ക്യൂബിനെ ഒരു കാര്യം ആലോചിക്കണം. സെന്റിമീറ്റർ ക്യൂബിനെ 2 മീറ്റർ ക്യൂബ് ആക്കണേ എന്ത് ചെയ്യണം അറിയാമോ? തന്നിരിക്കുന്നതിനെ ഡിവൈഡഡ് ബൈ 10⁻6 ചെയ്യണം. അല്ലെങ്കിൽ 10⁻6 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞ് 6 പൂജ്യം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ 1356480 ഡിവൈഡഡ് ബൈ 1 2 3 4 5 6. അപ്പോൾ 1 2 3 4 5 6 പോയി കഴിയുമ്പോഴത്തേക്കും